എപ്പിസോഡ്സിന് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. നമ്മൾ പലപ്പോഴും ഒരാളുടെ വ്യക്തിത്വത്തെ അഥവാ അയാളുടെ പേഴ്സണാലിറ്റിയെ അളക്കുന്നത് അയാളുടെ പെരുമാറ്റം നോക്കിയിട്ടാണ്. പക്ഷേ പെരുമാറ്റത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരാൾക്ക് എളുപ്പത്തിൽ അഭിനയിക്കാൻ സാധിക്കും. പക്ഷേ അഭിനയിക്കുമ്പോഴും മാറാതെ നിൽക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അത്തരം ഒരു ഘടകമാണ് അയാളുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഒരാളുടെ ശരീരഭാഷ എന്ന് പറയുന്നത് അയാൾക്ക് ബോധപൂർവം അഭിനയിച്ച് ഫലിപ്പിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടാണ്. ഒരാളുടെ ബോഡി ലാംഗ്വേജ്, പ്രത്യേകിച്ച് ഒരാളുടെ കയ്യിൻ്റെ പ്രത്യേകതകൾ നോക്കി അയാളുടെ അടിസ്ഥാനപരമായ നേച്ചർ നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും നോക്കാം. ഒരു മനുഷ്യന് പല രീതിയിൽ കൈ ചുരുട്ടി പിടിക്കാൻ സാധിക്കും. അപ്പോൾ അതിലേതൊരു രീതിയിലാണ് അയാൾ നാച്ചുറലായിട്ട് കൈ ചുരുട്ടി പിടിക്കുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് അയാളുടെ അടിസ്ഥാനപരമായ നേച്ചർ കണ്ടെത്താൻ സാധിക്കും. 4 രീതിയിലാണ് പ്രധാനമായിട്ടും മനുഷ്യർ കൈ ചുരുട്ടി പിടിക്കാറുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനെയുള്ളവരുടെ പ്രത്യേകത, അവർ കൈ ചുരുട്ടി പിടിക്കുന്ന സമയത്ത് ഈ ഒരു തമ്പ് എന്ന് പറയുന്നത് ഇതുപോലെ നമ്മുടെ 4 വിരലിന് മുകളിലായിട്ടായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ ചുരുട്ടി പിടിക്കുന്ന ആളുകളുടെ പ്രത്യേകത ഇവർ നാച്ചുറൽ ലീഡേഴ്സാണ് എന്നതാണ്. അതുപോലെ തന്നെ പീപ്പിൾ മാനേജ്മെൻറ്റിൽ വളരെ എക്സ്പേർട്സായ ആൾക്കാരായിരിക്കും ഇവർ. ഇവരുടെ ചുറ്റുമുള്ള ആൾക്കാരെ ജെന്യുവനായിട്ട് കെയർ ചെയ്യാനും അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും ഇവർക്ക് സാധിക്കാറുണ്ട്. അങ്ങനത്തെ ഒരു നാച്ചുറൽ ലീഡർഷിപ്പ് മൈൻഡ് സെറ്റ് ഇവരിലുണ്ടാകാറുണ്ട്. ഇനി രണ്ടാമത്തെ തരം ഫിസ്റ്റ് ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ പിടിക്കുന്ന തരം ഫിഷ് ഷേപ്പാണ്. ഇങ്ങനെ പിടിക്കുന്ന ഫിഷ് ഷേപ്പിൻ്റെ പ്രത്യേകത ഇവരുടെ ഒരു 4 വിരലിൻ്റെ സൈഡിലൂടെ ആയിരിക്കും ഈ തള്ളവിരൽ പോയിട്ടുണ്ടാവുക എന്നതാണ്. ഇങ്ങനെയുള്ള ആൾക്കാരുടെ പ്രത്യേകത ഇവർ എക്സലൻറ്റ് പ്രോബ്ലം സോൾവേഴ്സാണ് എന്നതാണ്. അതായത് ഒരു സാഹചര്യം വരുന്ന സമയത്ത് പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കാനും പെട്ടെന്ന് കാര്യങ്ങളെ അനലൈസ് ചെയ്യാനും ഇവർക്ക് സാധിക്കും. ഇവരുടെ അനാലിസിസിൻ്റെ പ്രത്യേകത ഒരിക്കലും ഇമോഷണൽ അനാലിസിസ് ആയിരിക്കില്ല എന്നതാണ്. തികച്ചും യുക്തിപരമായ ഡാറ്റാ ബേസ്ഡ് ആയിട്ടുള്ള അനാലിസിസ് ഇവർക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇത് ഒരേ സമയം ഇവർക്കൊരു ബലവുമാണ് ബലഹീനതയുമാണ്. കാരണം ഇമോഷൻസിനെ പരിഗണിക്കാത്തത് ചിലപ്പോൾ കൂടെയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടായി അനുഭവപ്പെടാറുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കാനും പ്രോബ്ലംസിന് സോൾവ് ചെയ്യാനും കപ്പാസിറ്റി ഉള്ളവരാണ് ഇവർ. അതുകൊണ്ട് തന്നെ അടിയന്തര സാഹചര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാനും പെട്ടെന്ന് നടപടിയെടുക്കാനും ഇങ്ങനെയുള്ള ആളുകൾക്ക് സാധിക്കാറുണ്ട്. ഇനി മൂന്നാമത്തെ തരം ഫിസ്റ്റ് ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ പിടിക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനെ പിടിക്കുന്ന ആൾക്കാരുടെ പ്രത്യേകത ഈ ഒരു വിരലിനകത്തായിരിക്കും തള്ളവിരലുണ്ടാവുക എന്നതാണ്. ഇങ്ങനെയുള്ള ആളുകൾ പൊതുവെ ഒരു ഇൻട്രോവേർട്ട് നേച്ചറുള്ള ആൾക്കാരായിരിക്കും. മാത്രമല്ല ഇവർ പലപ്പോഴും വളരെ റിസോഴ്സ്ഫുൾ ആയ ആൾക്കാരാണ്. അതായത് സൂര്യന് ചുവട്ടിൽ എന്തിനെക്കുറിച്ച് ചോദിച്ചാലും അതിനെക്കുറിച്ചുള്ള അറിവും അതിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ നോളജും കൺസെപ്റ്റുകളും ഇവരുടെ കയ്യിലുണ്ടാകും. മാത്രമല്ല ഉയർന്ന ചിന്താഗതിയും ഇവർക്കുണ്ടാവാറുണ്ട്. ഒരു ഫിലോസഫിക്കൽ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരായിരിക്കും പൊതുവെ ഈ ഒരു നേച്ചറുള്ള ആളുകൾ. ഇനി നാലാമത്തെ ഗ്രൂപ്പ് ആൾക്കാരെന്ന് പറയുന്നത് അവരുടെ കൈ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതായത് ഈ തമ്പിങ്ങനെ മേലോട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഇങ്ങനെയുള്ള ആളുകൾ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരാണ്. ഒരു സാഹചര്യത്തിൽ വളരെ ക്രിയേറ്റീവായിട്ട് നെക്സ്റ്റ് ലെവലിൽ നിന്ന് ചിന്തിച്ചുകൊണ്ട് സൊല്യൂഷൻസ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരായിരിക്കും ഈ കൂട്ടർ. അതുകൊണ്ട് തന്നെ വളരെ ഇന്നോവേറ്റീവായ ചിന്താഗതിയുള്ള ആൾക്കാരായിരിക്കും. ഇവിടെയും ഒരു പ്രശ്നമുണ്ട്. കാരണം ഇവർ പറയുന്ന സൊല്യൂഷൻസ് പലപ്പോഴും സാധാരണ ആളുകൾക്ക് ദഹിച്ചോളണം എന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കേണ്ട ഒരു ഗതികേടും ഇവർക്കുണ്ടാകാറുണ്ട്. നിങ്ങൾക്കുള്ള ഫിസ്റ്റ് ഷേപ്പ് എന്താണ്? ഈ പേഴ്സണാലിറ്റി നിങ്ങളുമായി മാച്ച് ആവുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കാം. നമുക്കറിയാമല്ലോ എത്ര പേരുടെ ശരിയാവുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് സോ മച്ച്.